ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൂരിക്ക് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂരിയും മുട്ടക്കറിയും വെച്ചിട്ട് ചായയൊക്കെ കുടിക്കാം. എല്ലാവരും ചായ കുടിച്ച് വിചാരിക്കണം. കുട്ടികളൊക്കെ ചായ കുടിച്ച് വിചാരിക്കണം കേട്ടോ. ഇവിടെ കുട്ടികൾ എണീച്ചിട്ടില്ല, രണ്ടുപേരും ഉറങ്ങുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടേ എണീക്കൂ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. പൂരി ഇഷ്ടമുള്ളവരുണ്ടോ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളെങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത്? റവ ചേർത്തിട്ടാണോ? ഞാൻ സാധാരണ ആട്ടപ്പൊടി മാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. എൻ്റെ കുട്ടികൾക്ക് പൂരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് പൂരി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ചായ കുടിക്കൽ കഴിഞ്ഞ് ഇന്നൊരു പയറുപ്പേരി ഉണ്ടാക്കാം. പച്ചമുളകും ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. വേപ്പില നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ്. സ്റ്റോർ ചെയ്ത് വെക്കാൻ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം നാൾ കേടുവരാതിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു പപ്പടം കാച്ചണം. അപ്പോൾ പയറുപ്പേരിയും പപ്പടം കൂട്ടിയിട്ട് ചോറ് കഴിക്കാം. ഇന്നലത്തെ മീൻ കറി ഉള്ളതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ. ചോറും മീൻ കറിയും പയറുപ്പേരിയും പിന്നെ സ്പെഷ്യൽ ഒരു ഉപ്പിലിട്ട മാങ്ങയുണ്ട് കേട്ടോ. അച്ചാറില്ല, അച്ചാറിന് പകരം ഉപ്പിലിട്ട മാങ്ങയും കൂട്ടിയിട്ടുള്ള ചോറ് കഴിക്കലാണ്. പപ്പടം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ച് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.